നിങ്ങൾക്കറിയാമോ, ഓരോ UPI പേയ്മെന്റിൽ നിന്ന് 5% വരെ ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കുന്നു, അതും നേരെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. മാർക്കറ്റിൽ ഒരു പുതിയ ക്രെഡിറ്റ് കാർഡ് വന്നിട്ടുണ്ട്, അത് ലൈഫ് ടൈം ഫ്രീ ആണ്. ഈ ഒരു 5% ക്യാഷ് ബാക്കിന്റെ പിന്നിൽ വലിയൊരു കണ്ടീഷൻ ഉണ്ട്. പലപ്പോഴും അത് നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെടുകയാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ? അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ക്രെഡിറ്റ് കാർഡ് ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ കാലത്ത് നമ്മൾ ചിലപ്പോഴൊക്കെ പേഴ്സ് വീട്ടിൽ നിന്ന് എടുക്കാൻ മറക്കാറുണ്ട്. പക്ഷെ നമ്മളുടെ മൊബൈൽ ഫോൺ എടുക്കാൻ നമ്മൾ ഒരിക്കലും മറക്കാറില്ല. ചായക്കട മുതൽ ഷോപ്പിംഗ് മോൾ വരെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങുമ്പോൾ നോർമലി നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് UPI പേയ്മെന്റ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, UPI പേയ്മെന്റ് തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് പോലെ വലിയ റിവാർഡ്സും ക്യാഷ് ബാക്ക് നൽകുകയാണെങ്കിൽ എന്ത് നന്നായേനെ. ഇപ്പോൾ ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു കാർഡ് ഉണ്ട്, അത് കിവി റൂപേ ക്രെഡിറ്റ് കാർഡ് ആണ്. പലരും പറയുന്നത് ഇന്ത്യയിലെ UPI പേയ്മെന്റുകൾക്കായുള്ള മികച്ച കാർഡുകളിൽ ഒന്നാണ് ഇതെന്നാണ്. പക്ഷെ അത് സത്യമാണോ? ഈ കാർഡിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഉണ്ടോ? ഇത് ശരിക്കും 5% വരെ ക്യാഷ് ബാക്ക് നൽകുമോ? ഈ കാർഡ് ശരിക്കും എടുക്കണോ വേണ്ടയോ? ഇതിന് പിന്നിലെ യാഥാർത്ഥ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ലളിതമായി ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കിവി ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ഇന്ത്യയിൽ UPI പേയ്മെന്റുകൾക്കായി ലഭ്യമായ ഏറ്റവും മികച്ച കാർഡുകളിൽ ഒന്നാണ്. ഇതൊരു വെർച്വൽ റൂപേ ക്രെഡിറ്റ് കാർഡ് ആണ്. അതുപോലെ തന്നെ ലൈഫ് ടൈം ഇത് ഫ്രീ ആണ്. അത് മാത്രമല്ല UPI ചിലവുകൾക്ക് 5% വരെ ക്യാഷ് ബാക്കും നേടാൻ സാധിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ചിലരൊക്കെ ഈ ഒരു കാർഡിൽ സംശയം പ്രകടിപ്പിക്കുന്നു എന്നത് ഒരു വലിയ ചോദ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു കാർഡിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നൊരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ നിയോൺ മെമ്പർഷിപ്പ് എന്താണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. കിവി ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യേണ്ടത് കിവി ആപ്പിലൂടെയാണ്. ഈ ഒരു ആപ്പ് നിർമ്മിച്ചത് ഗോ കിവി ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ ഒരു കമ്പനി ആക്സിസ് ബാങ്കിന്റെയും അതുപോലെ തന്നെ യെസ് ബാങ്കിന്റെയും പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ഒരു കാർഡ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും ഈ ഒരു കാർഡ് യെസ് ബാങ്ക് പങ്കാളിത്തത്തിലൂടെയാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത്. ഇത് പൂർണ്ണമായും വെർച്വൽ ക്രെഡിറ്റ് കാർഡ് ആണ്. ഇത് റൂപേ നെറ്റ്വർക്കിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല സ്കാൻ ആൻഡ് പേ ചെയ്യാം. അതുപോലെ തന്നെ UPI പേയ്മെന്റും നമുക്ക് ചെയ്യാൻ സാധിക്കും. വളരെ പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റു കാര്യങ്ങളാണ്, ഈ ഒരു കാർഡ് നേടുന്നതിനായി നമ്മൾ ജോയിനിങ് ഫീ ഒന്നും തന്നെ നൽകേണ്ടതില്ല. അതുപോലെ തന്നെ ആനുവൽ ഫീ ഇല്ല, സ്പെൻഡിങ് കണ്ടീഷനും ഇല്ല. അതായത് യാതൊരു നിബന്ധനയും ഇല്ലാതെ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് നമുക്ക് നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു കാർഡിലൂടെ റിവാർഡ്സ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ ഒരു കാർഡിലൂടെ ചിലവഴിക്കുന്ന തുകയ്ക്ക് കിവീസ് എന്ന റിവാർഡ് പോയിന്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ കിവീസിനെ നമുക്ക് പിന്നീട് ക്യാഷ് ആക്കി മാറ്റി UPI ലിങ്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. നിങ്ങൾ ഓരോ 50 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഓരോ കിവി നേടാൻ സാധിക്കും. അതിനൊരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ 100 രൂപയാണ് ചിലവഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 കിവി പോയിന്റ് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ 150 രൂപയാണ് ചിലവഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 കിവി പോയിന്റ് ലഭിക്കും. 200 രൂപയാണ് ചിലവഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 4 കിവി പോയിന്റും ലഭിക്കുന്നു. അതായത് 50 രൂപയുടെ മൾട്ടിപ്പിൾ അനുസരിച്ചാണ് നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് ലഭിക്കുന്നത്. ഒരു കിവിയുടെ വില 0.25 റുപ്പീസ് ആണ്. ഓൺലൈൻ ട്രാൻസാക്ഷനുകൾക്ക് റിവാർഡ് റേറ്റ് ആയി ലഭിക്കുന്നത് 0.5% ആണ്. വലിയ മെർച്ചൻഡൈസിൽ നിങ്ങൾ സ്കാൻ ആൻഡ് പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് റേറ്റ് ആയി ലഭിക്കുന്നത് 2% വരെയാണ്. ഇനി നമുക്ക് കിവിയുടെ നിയോൺ മെമ്പർഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. കാരണം 5% ക്യാഷ് ബാക്ക് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നിയോൺ മെമ്പർഷിപ്പ് വാർഷിക ഫീസ് 999 രൂപയാണ്. പക്ഷേ ചില ഓഫറുകളിലൂടെ നമുക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ആയും നേടാൻ സാധിക്കും. ഇനി നമുക്ക് 5% വരെ എങ്ങനെ നേടാമെന്ന് നോക്കാം. ഈ ഒരു കാർഡിൽ 2 തരത്തിലുള്ള റിവാർഡാണുള്ളത്. ഒന്ന് ബേസ് റിവാർഡ്, രണ്ടാമത്തേത് മൈൽ സ്റ്റോൺ റിവാർഡ്. ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ UPI ഇന്റർനെറ്റ് കളക്ട് ഉപയോഗിച്ചാൽ 0.5% വരെ റിവാർഡ്സ് മാത്രമാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മൾ സ്കാൻ ആൻഡ് പേ ആണ് ചെയ്യുന്നതെങ്കിൽ വലിയ മെർച്ചന്റ്സിലൂടെ നമുക്ക് 2% വരെ റിവാർഡ്സ് നേടാൻ സാധിക്കും.
സാധിക്കും. അതായത് നിങ്ങൾ ഒരു വർഷത്തിൽ ചിലവഴിക്കുന്നത് 50,000 രൂപ വരെ എത്തിയാൽ നിങ്ങൾക്ക് ടോട്ടൽ റിവാർഡ്സ് ലഭിക്കുന്നത് 3%. ഒരു വർഷത്തിൽ നിങ്ങൾ ചിലവഴിക്കുന്നത് 1,00,000 രൂപ വരെയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ റിവാർഡ്സ് 4% വരെ നേടാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾ ഒരു വർഷത്തിൽ 1,50,000 രൂപ വരെയാണ് ചിലവഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ റിവാർഡ്സ് 5% വരെ നേടാൻ സാധിക്കും. ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു വർഷത്തിൽ 1,50,000 രൂപ വരെ സ്കാൻ ആൻഡ് പേ വഴി ചിലവഴിക്കാൻ സാധിക്കുമോ എന്നത്. 1,50,000 ഡിവൈഡഡ് ബൈ 12 അതായത് 12,500 രൂപയാണ് പ്രതിമാസം എമൗണ്ട് ആയി വരുന്നത്. അതായത് മാസം 12,500 രൂപ UPI വഴി നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഗ്രോസറി, മെഡിക്കൽ, ദിനപത്രം എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ ചിലവുകൾ നമ്മൾ ഈ ഒരു കാർഡ് വഴി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു വർഷം 1,25,000 രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ റിവാർഡ്സ് ആയി എത്ര രൂപ ലഭിക്കുമെന്ന് താഴെ കമന്റ് ബോക്സിൽ പറയൂ. ഇനി നമുക്ക് ഈ ഒരു കാർഡ് നേടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു കാർഡ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ യെസ് ബാങ്കിൽ കസ്റ്റമർ ആയിരിക്കരുത്. അതുപോലെ തന്നെ യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡും ഉണ്ടായിരിക്കരുത്. നിങ്ങളുടെ പ്രായം 25-നും 60-നും ഇടയിലായിരിക്കണം. സിബിൽ സ്കോർ 720-ന് മുകളിൽ ഉണ്ടായിരിക്കണം. നിങ്ങളൊരു സാലറീഡ് ക്ലാസ്സിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുമാത്രമല്ല ആനുവൽ ഇൻകം നിങ്ങൾക്ക് 3,00,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ലഭിക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം നിങ്ങളുമായി ആപ്റ്റ് ആകുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് സ്വന്തമാക്കാവുന്നതാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മാസത്തിൽ നമുക്ക് ലഭിക്കാവുന്ന മാക്സിമം റിവാർഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ലിമിറ്റിന്റെ 1% വരെയാണ്. ക്യാഷ് ബാക്ക് ആക്കി മാറ്റണമെങ്കിൽ കുറഞ്ഞത് 50 കിവീസ് എങ്കിലും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു റിവാർഡ് പോയിന്റ്സ് ക്രെഡിറ്റ് ആകാൻ ഏകദേശം 30 ദിവസം വരെ എടുക്കാം. ചില ട്രാൻസാക്ഷനുകളിൽ നമുക്ക് റിവാർഡ്സ് ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 3%, 4%, 5% എന്നിങ്ങനെയുള്ള ക്യാഷ് ബാക്കുകളെല്ലാം മൈൽ സ്റ്റോൺ ബേസ്ഡ് ആണ്. അതായത് 50,000, 1,00,000, 1,50,000 എന്നിങ്ങനെയുള്ള മൈൽ സ്റ്റോണുകൾ എത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു കൃത്യമായ റിവാർഡ്സുകൾ നേടാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെയുള്ള മുഴുവൻ തുകയ്ക്ക് 3% റിവാർഡ് പോയിന്റ്സും ലഭിക്കണമെന്നില്ല. അതുപോലെ തന്നെ 1,00,000 രൂപ മുതൽ 1,50,000 രൂപ വരെയുള്ള മുഴുവൻ തുകയ്ക്ക് 4% റിവാർഡ്സും ലഭിക്കണമെന്നില്ല. നിങ്ങൾ എപ്പോഴാണോ ആ ഒരു മൈൽ സ്റ്റോൺ എത്തുന്നത് അപ്പോഴാണ് ഈ ഒരു ബെനിഫിറ്റ്സ് ആക്ടിവേറ്റ് ആകുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ 1,50,000 രൂപ കഴിഞ്ഞാൽ മറ്റൊരു കാർഡ് ഉപയോഗിക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഒരു കാർഡ് എടുക്കണോ വേണ്ടയോ എന്നത്. നിങ്ങളുടെ UPI ഉപയോഗം കൂടുതലാണെങ്കിൽ ഇത് ഇപ്പോഴത്തെ മികച്ച കാർഡുകളിൽ ഒന്നാണ്. കാരണം ഇതിലൂടെ ലഭിക്കുന്ന ബേസ് റിവാർഡ്സ് മികച്ചതാണ്. 2% വരെ നമുക്ക് നേടാൻ സാധിക്കും. അത് മാത്രമല്ല ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ്. അതുപോലെ തന്നെ ആദ്യ വർഷം നിയോൺ ഫ്രീ ആയി ലഭിക്കുന്നു. 5% വരെ ബെനിഫിറ്റ്സും നേടാം. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിലാണ്. ഓൾട്ടർനേറ്റീവ് ആയി ടാറ്റ ന്യൂ UPI ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് 1.5% വരെ ക്യാഷ് ബാക്ക് ബെനിഫിറ്റ്സ് നേടാൻ സാധിക്കും. പക്ഷേ അവിടെ നിങ്ങൾക്ക് ന്യൂ കോയിൻസ് ആയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി നിങ്ങളുടെ ആ ഒരു പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതാണ് നമുക്ക് ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് ആയി പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ കിവി റൂപേ ക്രെഡിറ്റ് കാർഡിന്റെ ബെനിഫിറ്റ്സ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ UPI കൂടുതലായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ആദ്യ വർഷം ഈ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇത് ബെനിഫിറ്റ്സ് ആയി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലും പറയാൻ മറക്കണ്ട. അതുമാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.